നമസ്കാരം. സതൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറാണ്. വളരെ എളുപ്പത്തിൽ തന്നെ പ്രഷർ കുക്കറിൽ ഈ നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മലബാർ സ്പെഷ്യൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ കുക്കറിലേക്ക് ഏകദേശം 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും നെയ്യിൽ തന്നെ ചേർക്കാം. ഇപ്പോൾ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ മുഴുവനും നെയ്യ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 5 ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു 6 ഗ്രാമ്പു. പിന്നെ വേണ്ടത് പട്ടയാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തക്കോലം. പിന്നെ വേണ്ടത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകമാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ സ്പൈസസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിപ്പമുള്ള സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റുക. പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് ചേർത്തിട്ടുള്ളത്. ഈ അരി ഞാൻ 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ജീരകശാല റൈസ് തന്നെയാണ് ടേസ്റ്റ്. അതായത് കൈമ റൈസ്. ബസ്മതിയേക്കാളും ടേസ്റ്റ് ജീരകശാല റൈസിനാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വഴറ്റുക. അപ്പോൾ സോക്ക് ചെയ്ത അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കൈമ റൈസ് അതായത് ജീരകശാല റൈസ് ആണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇപ്പോൾ ബസ്മതി ആണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം. ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചേർത്ത് എല്ലാം കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2.25 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വലിപ്പമുള്ള ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പാകത്തിൽ നിന്ന് കുറച്ച് അധികം ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ മാത്രമേ നമ്മളുടെ ചോറിന് ഉപ്പ് പാകമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്യുക. അപ്പോൾ ജീരകശാല റൈസിന് 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യുക. ബസ്മതി ആണെങ്കിൽ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ മീഡിയം ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാം. അതിലേക്ക് 1 പിടി കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് തന്നെ 1 പിടി കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ചൂടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുക. ഇതേ പാനിലേക്ക് നമ്മൾ ബാക്കി വന്ന നെയ്യിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബിസ്ത തയ്യാറാക്കാം. ബിസ്ത എന്ന് വെച്ചാൽ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എത്രത്തോളം നിങ്ങൾ റൈസ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പ്രഷർ നമ്മൾ മാനുവലി റിലീസ് ചെയ്യാൻ പാടില്ല. അത് ഏകദേശം ഒരു 20 മിനിറ്റ് അങ്ങനെ വെക്കണം. അപ്പോൾ ബിസ്റ്റയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഓണിയനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. കുക്കറിൻ്റെ പ്രഷറൊക്കെ തനിയെ റിലീസാവണം. നമ്മൾ മാനുവലി റിലീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് അത് അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രഷർ കുക്കർ തുറന്ന് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടോടെ ഇത് ഇളക്കാൻ പാടില്ല. എല്ലാം കൂടെ കുഴഞ്ഞു പോകും. ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിലുള്ള ആവിയൊക്കെ അങ്ങ് പോയതിന് ശേഷം
ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നെയ്ച്ചോറ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്ത, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കൂടെ മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് അലങ്കരിക്കാം. നമ്മളുടെ മലബാർ സ്പെഷ്യൽ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ ചാനൽ സത്തേൺ മെനു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി കുക്കിംഗ്.